മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ RSS മുഖവാരികയിൽ ലേഖനം ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കാൻ സിനിമയെ ഉപയോഗിച്ചു എന്നാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നത്. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം ചിത്രത്തിൽ വ്യക്തമാണ്. മോഹൻലാലിന്റെ ആരാധക വൃന്ദം ഇടിയുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി VS സനോജാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. സനോജ്, സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടെ ഇപ്പോഴിതാ ഓർഗനൈസറിൽ മുഖപ്രസംഗവും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മുഖപ്രസംഗത്തിൽ എമ്പുരാനെതിരെ? ലക്ഷ്മി, RSSന്റെ പ്രധാനപ്പെട്ട അവരുടെ മുഖമാസിക അല്ലെങ്കിൽ മുഖപ്രസിദ്ധീകരണങ്ങളിലൊന്ന് എന്ന് പറയാവുന്നതാണ്. ഓർഗനൈസർ അവർ തന്നെ സ്വയം അവകാശപ്പെടുന്ന വോയിസ് ഓഫ് ദ നേഷൻ എന്ന പേരിൽ അവർ തന്നെ അവകാശപ്പെടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രസിദ്ധീകരണമാണ് ഓർഗനൈസർ. ഈ ഓർഗനൈസറിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായിട്ടുള്ള എമ്പുരാനെതിരായിട്ടുള്ള കടുത്ത വിമർശനമുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് അവര് ഓർഗനൈസറിൽ വരുന്ന എല്ലാ ലേഖനവും അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ പോലും അവരെ സംബന്ധിച്ച് RSSന് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട, അവരുടെ രാഷ്ട്രീയമായ ചായ്വ് പ്രകടിപ്പിക്കുന്ന തരത്തിൽ വളരെ കടുത്ത രീതിയിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്ന ലേഖനങ്ങളാണ് അതിൽ വരിക. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ ലേഖനത്തിൽ ഉന്നയിക്കുന്നു. പൃഥ്വിരാജിന്റെ സിനിമ ഇതിനെക്കുറിച്ച് പറയുന്നത് പൃഥ്വിരാജ് ഫിലിം എക്സ്പ്ലോയിറ്റ്സ് പോസ്റ്റ് ഗോത്ര റൈറ്റ്സ് ടു പുഷ് ആൻഡ് ആന്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട എന്നാണ്. ഗോത്ര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ ഗൂഢാലോചന അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ട അവതരിപ്പിക്കുന്ന സിനിമയാണ് പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്നുള്ള കടുത്ത വിമർശനം അതിന്റെ തലക്കെട്ടിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നു. അതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് എമ്പുരാനെതിരെ അവർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ സബ് ഹെഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റർബിംഗ് പോർട്രയൽ ഓഫ് ഹിന്ദുസ് ആസ് കാനിബോളിസം എന്നാണ്. അതായത് ഹിന്ദുക്കളെ നരഭോജികളെ പോലെ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പോർട്രയിൽ ആയിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ വിമർശനം അവർ ഉന്നയിക്കുന്നു. 2002 പോസ്റ്റ് ഗോത്ര റൈറ്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സിനിമ തുടങ്ങുന്ന അവര് ഒരു മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന വില്ലേജ് കത്തിക്കുന്നതിലൂടെ വലിയ രീതിയിൽ തെറ്റായ തരത്തിലേക്കുള്ള ഒരു പോർട്രയിൽ ആക്കാൻ ഈ സിനിമ ഇവിടുത്തെ രാജ്യത്തെ ഹിന്ദുക്കളെ തെറ്റായ തരത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ സിനിമ എന്നുള്ള വിമർശനം. പൃഥ്വിരാജിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിലെ ഈ സിനിമയുടെ വിമർശനവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് പൃഥ്വിരാജിനെയാണ്. അതിൽ പറയുന്നുണ്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ പൊളിറ്റിക്കൽ ലേണിംഗിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരാളാണ് നിലപാടുകളുടെ കാര്യത്തിൽ. പക്ഷേ ഇതേ പൃഥ്വിരാജ് ഈ സിനിമയുടെ കാര്യത്തിൽ അതെല്ലാം വിട്ടുകളയുകയാണ്. ഇതിൽ കൃത്യമായ അജണ്ട വർക്ക് ചെയ്തിരിക്കുന്നു. ഇതില് ഒരു ഐഡിയോളജി ഹിന്ദുക്കൾക്കെതിരെ വർക്ക് ചെയ്തിരിക്കുന്നു ഈ സിനിമ എന്നുള്ള തരത്തിലേക്കുള്ള വിമർശനം. ഒപ്പം തന്നെ മോഹൻലാലിനെ വലിയ രീതിയിൽ വിമർശിക്കാത്ത തരത്തിൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നു എന്നുള്ള മട്ടിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടും മോഹൻലാലിനെതിരെ ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലക്ഷ്യം, തീർച്ചയായും സൈബർ ലോകത്ത് നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. പൃഥ്വിരാജിനെതിരായ വിമർശനങ്ങൾ അതിരൂക്ഷമാണ്. മോഹൻലാലിനെതിരെ കുറച്ച് മയപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും RSS മുഖവാരികയിൽ ഓർഗനൈസറിൽ തന്നെ ഇപ്പോൾ എമ്പുരാനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ട് ലേഖനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. VS സനോജാണ് അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്നും. എമ്പുരാൻ സിനിമയുടെ കാര്യത്തിൽ MT രമേശ് പറഞ്ഞതാണ് പാർട്ടി നയമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ഒരു സൂപ്പർ താരത്തെ പോലെ ഉദിച്ചുയരും. എമ്പുരാൻ സിനിമ എല്ലാവരും കാണണമെന്നും ജോർജ് കുര്യൻ. അത് ആക്ഷേപമല്ലല്ലോ, അത് സിനിമയുടെ അങ്ങനെയാണല്ലോ, സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണല്ലോ. രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. നെഗറ്റീവെന്ന് തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ. ഇങ്ങനെ എല്ലാ വീടുകളിലും BJPയെ പറ്റി ചർച്ച ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത്, അതേപോലെ BJP ഉയരും. എമ്പുരാൻ സിനിമയുടെ വ്യാജ പതിപ്പ് ടെലഗ്രാമിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ അന്വേഷണം ശക്തമാക്കി പോലീസ്. സൈബർ CIയുടെ നേതൃത്വത്തിൽ 8-അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 2 ദിവസം കൊണ്ട് ചിത്രം 100 കോടി ക്ലബിൽ കടന്ന ആവേശത്തിലാണ് അണിയറ പ്രവർത്തകർ. അതേസമയം വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ,
ഈ ടെലഗ്രാമിൽ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചവർക്കെതിരായ അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ? പോലീസിന് വല്ല തുമ്പും കിട്ടിയിട്ടുണ്ടോ? അതിനിടെ വലിയ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം തേടിയിരിക്കുകയാണ് എമ്പുരാൻ. ലക്ഷ്മി, കഴിഞ്ഞ 2 ദിവസമായി ഈ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാൻ്റെ ചർച്ചകൾ മാത്രമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് ചിത്രത്തിൻ്റെ റിലീസിംഗ് ആയിരുന്നു ആളുകളെ ആകർഷിച്ചതെങ്കിൽ ഇപ്പോൾ ആ കഥയെല്ലാം മാറിയിരിക്കുന്നു. എമ്പുരാൻ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പൈറസിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം എമ്പുരാൻ്റെ വ്യാജ പതിപ്പ് പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെ അന്വേഷണവും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. സൈബർ സിഐയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് വ്യക്തമാകുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇതിൻ്റെ ഈ കോപ്പികൾ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും അവിടുത്തെ തിയേറ്ററുകളിൽ നിന്നാണ് ഈ എമ്പുരാൻ്റെ വ്യാജ പതിപ്പ് പോയിരിക്കുന്നത് എന്നുള്ളൊരു സംശയത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ തന്നെ നിർമ്മാതാക്കളും അവരുടെ സഹായവും ചെയ്തു നൽകുന്നുണ്ട്. എത്തിക്കൽ ഹാക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും. ഇപ്പോൾ പ്രീ ബുക്കിംഗ് കാര്യമായി തന്നെ എമ്പുരാൻ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് ഒരു സർവ്വകാല റെക്കോർഡ് എമ്പുരാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 100 കോടി ക്ലബിലേക്ക് എമ്പുരാൻ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വലിയ രീതിയിൽ 200-300 കോടി ക്ലബിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷ അണിയറ പ്രവർത്തകർക്കുണ്ട്. ഒപ്പം തന്നെ എമ്പുരാനിലെ ചില ഭാഗങ്ങളും ഒപ്പം തന്നെ ഡയലോഗുകളും എല്ലാം മാറ്റുന്നതിനും നീക്കം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ അറിയാം, സംഘപരിവാർ സംഘടനകളെല്ലാം വലിയ പ്രതിഷേധവുമായി എമ്പുരാനെതിരെ രംഗത്ത് വന്നിരുന്നു. അവരുടെ ആളുകളെല്ലാം മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. പടം ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇടത് വലത് സംഘടനകൾ എമ്പുരാന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങളും ചർച്ചകളും നമ്മുടെ നാട്ടിൽ കാര്യമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പോലീസ് അന്വേഷണവും ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ കാര്യമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.